तो नमस्ते बच्चों. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ എല്ലാവരും? നമ്മൾ ഹിന്ദിയില് ഒരു കവിതയാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ +2 ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മാതൃഭൂമി എന്ന് പറയുന്ന ഒരു കവിതയാണല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ആരാണ് മാതൃഭൂമി കവിത എഴുതിയത്? इसके रचयिता कौन है? मैथिली शरण गुप्त जी ആണ് അല്ലേ നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്ന ഈ കവിത എഴുതിയത്, മനോഹരമായ ഈ കവിത എഴുതിയത്. അപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഈ ഒരു കവിതയുടെ 6 വരികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ലേ? നല്ലൊരു കവിതയായിരുന്നു അല്ലെ? അപ്പൊ നമുക്കെന്നാ ആ കവിത നമ്മുടെ നിമിഷ ടീച്ചറിന്റെ സൗണ്ടിൽ ഒന്ന് കേട്ടു നോക്കാം. നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ആ കവിത, മനോഹരമായിട്ടുള്ള ഒരു കവിത നിമിഷ ടീച്ചർ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കവിതയാണ്. നിമിഷ ടീച്ചർ ഒന്ന് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് പാടിത്തരുന്നതായിരിക്കും കേട്ടോ. मातृभूमि मैथिली शरण गुप्त। नीलांबर परिधान हरिद तट पर सुंदर है, सूर्य चंद्र युग मुकुट मेघला रत्नाकर है। नदियां प्रेम प्रवाह बोल तारे मंडन है, बंदी जन गग वृंद शेष बन सिंहासन है। करते अभिषेक पयोध है, बलिहारी वेश की। हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की। जिसके रज में लोट लोट कर बड़े हुए, घुटनों के बल सरक सरक कर घड़े हुए, परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए। हम गेले कूदे हर्षयुत जिसकी प्यारी गोद में, हे मातृभूमि तुझको निरत्न मग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा। तेरा प्रत्युपकार कभी क्या हमसे होगा, तेरे ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है। भीर अंध समय तो ही इसे अजल देह अपनाएगी, हे मातृभूमि यह अंध में तुझ में ही मिल जाएगी। हे मातृभूमि यह अंध में तुझ में ही मिल जाएगी। വളരെ മനോഹരമായിരുന്നു അല്ലേ കവിത? അപ്പോ നിമിഷ ടീച്ചർ താങ്ക് യു സോ മച്ച്. നമുക്കിനി കവിതയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മാതൃഭൂമി എന്ന കവിതയുടെ, മൈഥിലി ശരൺ ഗുപ്തജി എഴുതിയ മാതൃഭൂമി എന്ന കവിതയുടെ ആദ്യത്തെ 6 വരികൾ പഠിച്ചു അല്ലെ? ഏതൊക്കെയായിരുന്നു ആ 6 വരികള്? നീലാംബർ പരിധാന ഹരിത തട്ട് പർ സുന്ദർ ഹേ, സൂര്യ ചന്ദ്ര യുഗ മുകുट मेखला रत्नाकर है, नदियां प्रेम प्रवाह फूल तारे मंडन है, बंदी जन खग वृंद शेष फन सिंहासन है, करते अभिषेक पयोध है, बलिहारी इस वेश की। हे मातृभूमि तू सत्य ही सगुण मूर्ति सर्वेश की. അപ്പൊ നമ്മൾ ഈ 6 വരികളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലെ? അതായത് നമ്മുടെ മാതൃഭൂമിയെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു 6 വരികളാണ് ഇവിടെ നമ്മൾ കണ്ടത് അല്ലെ? ഇനി ബാക്കി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതാണ്
ഈ വരികൾ ഞാൻ ആദ്യം ഒന്ന് വായിക്കാം, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. जिसके रज में लोट लोट कर बड़े हुए हैं, घुटनों के बल सरक सरक कर घड़े हुए हैं, परमहंस सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए। हम खेले कूदे हर्षयुत जिसकी प्यारी गोदी में, हे मातृभूमि तू तुझको निरख मग्न क्यों न हो मोद में, पाकर तुझसे सभी सुखों को हमने भोगा, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है, फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. കവി ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട പോലെ മാതൃഭൂമിയെ കുറിച്ച് വർണ്ണിച്ചുകൊണ്ടല്ല അല്ലെ, മറ്റു ചില കാര്യങ്ങളാണ് ഈ വരികളിൽ പറഞ്ഞിരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നോക്കൂ, ആദ്യത്തെ വരി നോക്കൂ, എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ശ്രദ്ധിക്കണേ. ആദ്യത്തെ വരി നോക്കൂ. जिसके रज में लोट लोट कर बड़े हुए हैं, घुटनों के बल सरक सरक कर घड़े हुए हैं. ഇവിടെ നിങ്ങൾക്ക് അറിയില്ലാത്ത ഈ രണ്ട് വരികളിൽ നിങ്ങൾക്ക് അറിയില്ലാത്ത അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ള വേർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കൂ. രജ എന്ന് പറഞ്ഞാല് ധൂളി അഥവാ മണ്ണ്, പൊടി എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. അടുത്ത അറിയില്ലാത്ത വേർഡ് നോക്കൂ, ലോട്ട് ലോട്ട് കർ, ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹെ. കണ്ടോ, ജിസ്കെ രജ് മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹെ എന്നുള്ള വരിയിലെ ലോട്ടിന അല്ലെങ്കിൽ ലോട്ട് ലോട്ട് കർ എന്നുള്ളതിന്റെ അർത്ഥമാണ് ലുഠക് കർ, അതായത് കിടന്നു ഉരുളുന്നതിനെയാണ് ലോട്ടന എന്ന് പറയുന്നത് കേട്ടോ. ലോട്ട് ലോട്ട് കർ എന്നുള്ളതിന്റെ അർത്ഥം കിടന്നു ഉരുണ്ട മറിഞ്ഞ് എന്നാണ് കേട്ടോ. ലുഠക്ന എന്നാണ് അർത്ഥം. അടുത്ത വേർഡ് നോക്കൂ, അടുത്ത വേർഡ് സരക്ന. ഘുട്നെ നമുക്കറിയാലോ, ഘുട്നെ എന്ന് പറഞ്ഞാൽ എന്താന്ന് എല്ലാവർക്കും അറിയാവുന്ന വേർഡാണ് അല്ലെ. ഘുട്ന എന്ന് പറഞ്ഞാല് നമ്മുടെ കാൽമുട്ടുകളെയാണ് പറയുന്നത് ഘുട്ന എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത വേർഡ് നോക്കൂ, സരക്ന. സരക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രേങ്ന അഥവാ ഇഴയുക എന്നാണ് അതിന്റെ അർത്ഥം. നമ്മള് കാൽമുട്ടിലെ കുഞ്ഞു കുട്ടികൾ ഇഴയുന്ന കണ്ടിട്ടില്ലേ? നോക്കൂ, ആ ചിത്രത്തിലേക്ക് നോക്കൂ. അവിടെ ഒരു കുഞ്ഞു കുട്ടി മണലിൽ കിടന്ന്, അതായത് മണ്ണിൽ കിടന്ന് സ്വന്തം കാൽമുട്ടിൽ ഇഴയുന്നത് കണ്ടില്ലേ നിങ്ങള്? ഇല്ലേ? ആ, ഓക്കെ. അപ്പൊ ആ വരികളുടെ അർത്ഥം ഒന്ന് ശരിക്കും നോക്കൂ. ജിസ്കെ രജ് മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹെ, घुटनों के बल सरक सरक कर घड़े हुए हैं. ഏത് മണ്ണ്, അതായത് ആരുടെ മണ്ണിലാണോ, ഏത് മണ്ണിലാണോ ഞങ്ങള് ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹെ, കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് ഞങ്ങൾ വലുതായത്. ഘുട്നോ കെ ബൽ സരക്ക് സരക്ക് കർ ഘടേ ഹുയേ ഹെ, ഞങ്ങളുടെ മുട്ടുകാല്, ഘുട്നി എന്ന് പറഞ്ഞാല് മുട്ടുകൾ അല്ലെ, മുട്ടുകാലില് ഇഴഞ്ഞ്, മുട്ടുകാലില് ബലം കൊടുത്ത് അല്ലെങ്കിൽ മുട്ടിൽ ഇഴഞ്ഞ് സരക്ക് സരക്ക് കർ, സരക്കന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴയുക കേട്ടോ. അപ്പൊ മുട്ടിൽ ഇഴഞ്ഞ് ഞങ്ങള് പിന്നെയാണ് ഞങ്ങൾ എഴുന്നേറ്റ് നിൽക്കാൻ പഠിച്ചത് അല്ലെ. നമ്മളെല്ലാവരും കുട്ടികളായിരുന്നു പണ്ടല്ലേ. അപ്പൊ ചെറുതായിരുന്നപ്പോൾ, കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയാണ്, നമ്മൾ വീണ ഉടനെ തന്നെ നമ്മൾ എഴുന്നേറ്റ് നിന്ന് നടക്കാൻ പഠിച്ചുവരുന്നോ? ഇല്ല അല്ലെ. നമ്മള് എങ്ങനെയാണ്, ആദ്യം മുട്ടിലിഴഞ്ഞ് ആദ്യം കമിഴും, പിന്നെ എന്താണ് പതുക്കെ പതുക്കെ നീന്താൻ തുടങ്ങും അല്ലെ. അങ്ങനെയല്ലേ ചെറിയ കുട്ടികള്? പിന്നെയാണ് മുട്ടിലിഴയും, പിന്നെ പതുക്കെ പതുക്കെ പിടിച്ചു നിന്ന് അങ്ങനെയാണ് വലുതായിട്ട് നമ്മൾ നടക്കാൻ പഠിക്കുന്നത് അല്ലെ. അപ്പൊ മാതൃഭൂമിയുടെ മണ്ണില് ഞങ്ങൾ എങ്ങനെയാണ്, ആദ്യം മണ്ണിലൊക്കെ ഇങ്ങനെ കിടന്നു ഉരുണ്ട്, പിന്നെ പതുക്കെ പതുക്കെ കാൽമുട്ടുകളുടെ ബലത്തില് പതുക്കെ പതുക്കെ മുട്ടിൽ ഇഴഞ്ഞ് പിന്നെയാണ് ഞങ്ങള് എന്താണ് ഖടേ ഹുയേ ഹെ, എഴുന്നേറ്റ് നിൽക്കാനും നടക്കാനും എല്ലാം പഠിച്ചത്. അപ്പൊ നമ്മുടെ മാതൃഭൂമിയുടെ, നമ്മുടെ അമ്മയായ, നമ്മുടെ ദേശം അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രമായ മാതൃഭൂമി, ഭാരതം എന്ന നമ്മുടെ മാതൃഭൂമിയുടെ മണ്ണിലാണ് നമ്മള് എന്ത് ചെയ്തത്, കിടന്നുരുളുകയും അതുപോലെ തന്നെ മുട്ടിലിഴഞ്ഞ് പിന്നെ വലുതായി നമ്മള് ഖടേ ഹുയേ ഹെ, നമ്മള് എണീറ്റ് നിൽക്കുകയും പിന്നെ നടക്കാൻ പഠിക്കുകയും ഒക്കെ ചെയ്തത് എന്നാണ് കവി പറയുന്നത്. അടുത്ത രണ്ട് വരികൾ നോക്കൂ. परमहंस सब सम बाल्यकाल में सब सुख पाए, जिसके कारण धूल भरे हीरे कहलाए. ആരാണ് പരമഹംസ? അറിയോ പരമഹംസനെ കുറിച്ചിട്ട്?
നമുക്ക് ആ പിക്ചറിൽ നോക്കൂ, ശ്രീരാമകൃഷ്ണ പരമഹംസരെയാണ് കേട്ടോ കവി ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആയിരുന്നു കേട്ടോ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹത്തിന്റെ പേരിലാണ് രാമകൃഷ്ണ മിഷൻ എല്ലാം അദ്ദേഹം സ്ഥാപിച്ചത്. അപ്പോ രാമകൃഷ്ണ പരമഹംസരെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് അറിയണ്ടേ? അദ്ദേഹം ഒരു മഹാൻ സന്തായിരുന്നു. അതായത് വളരെ ഒരു വലിയൊരു സന്യാസിയായിരുന്നു. പിന്നെ ആധ്യാത്മിക ഗുരുവും അതോടൊപ്പം തന്നെ വിചാരകൻ എന്ന് പറഞ്ഞ ഫിലോസഫർ ആയിരുന്നു കേട്ടോ. ആധ്യാത്മിക ഗുരു, അതായത് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ഗുരു ആയിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ ഒരു ഫിലോസഫർ ആയിരുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസർ. നമ്മുടെ ടെക്സ്റ്റില് അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ നടന്ന ഒരു ചെറിയ സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. അത് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. പരമഹംസനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു കഥയാണ്. ശ്രദ്ധിച്ചു നോക്കൂ കേട്ടോ. 4 साल की आयु में एक दिन रामकृष्ण परमहंस खेतों में घूम रहे थे। अचानक उनकी दृष्टि बगुलों की एक पंक्ति पर पड़ी जो काली खटाओं की ओर उड़ रहे थे। यह दृश्य देखकर ये बेहोश हो गए और उस बेहोशी में उन्हें अपरिमित खुशी और शांति का अनुभव हुआ। इस आध्यात्मिक अनुभूति ने उनके जीवन को नई दिशा दी. देखिए बच्चों, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു കഥയാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് 6 വയസ്സായ സമയത്ത് അദ്ദേഹം ഒരു പാടശേഖരത്തില്, അതായത് ഒരു വയലില് വെറുതെ കറങ്ങാൻ പോയതാണ്. നമ്മൾ പോവാറില്ലേ ഇടയ്ക്കൊക്കെ പറമ്പുകളിലും പാടശേഖരങ്ങളിലൊക്കെ വെറുതെ കാണാൻ പോവാറില്ലേ? അതുപോലെ ഇദ്ദേഹവും പോയിണ്ടായിരുന്നു. അചാനക് പെട്ടെന്ന് തന്നെ അദ്ദേഹം കണ്ടു ആകാശത്തില് കുറച്ച് ബഗുലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കൊക്കുകളാണ് കേട്ടോ. കൊക്കുകളുടെ ഒരു കൂട്ടം ഇങ്ങനെ പറന്നു പോകുന്നത്. എവിടേക്ക്? കാലി ഘട്ടായി, കറുത്ത കാർമേഘങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ പറക്കുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അത് കണ്ട വഴി തന്നെ അദ്ദേഹം എന്താണ് തല കറങ്ങി വീഴുകയാണ്, ബോധരഹിതനായി വീഴുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് എന്തോ ആധ്യാത്മികമായിട്ടുള്ള ഒരു അനുഭൂതി ആ സമയത്ത് ഉണ്ടാവുകയും അങ്ങനെ ഒരു ദൈവികമായിട്ടുള്ള ഒരു ഉൾവിളി ഉണ്ടാവുകയാണ് അപ്പൊ ചെയ്തത്. ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ചിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. ആ ഒരു കഥ എല്ലാവരും വെറുതെ അറിഞ്ഞു വെക്കുക. അപ്പൊ അദ്ദേഹം പരമഹംസനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്, അല്ലെങ്കിൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞത് കേട്ടോ. പരമഹംസർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇത്രയെങ്കിലും കാര്യങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുക. അപ്പൊ എന്താ ഇവിടെ കവി പറയുന്നത്? നമ്മുടെ കവിതയിൽ പറയുന്നത് എന്താന്ന് നോക്കൂ. പരമഹംസ സബ ബാല്യകാലമേ സബ സുഖ പായേ. ബാല്യകാലത്തിൽ തന്നെ പരമഹംസനെ പോലെ ബാല്യകാലത്തിൽ തന്നെ എല്ലാ സുഖങ്ങളും ഞങ്ങൾക്ക് ലഭിച്ചു. ആർക്ക്? ഭാരതവാസികൾക്ക്. നമ്മളിവിടെ മാതൃഭൂമിയെ കുറിച്ച് വർണ്ണിക്കുകയാണ് അല്ലെ, മാതൃഭൂമിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോ കവി പറയുകയാണ്, പരമഹംസനെ പോലെ, ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ ഞങ്ങൾക്കും ഞങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ എല്ലാ സുഖങ്ങളും ലഭിച്ചു. എന്താ കാരണം? മാതൃഭൂമി, അതായത് ഞങ്ങളുടെ ഭാരതഭൂമിയിലാണ് ഞങ്ങൾ പിറന്നു വീണിരിക്കുന്നത്. ആ മണ്ണിലാണ് ഞങ്ങൾ കിടന്നുരുണ്ട് മുട്ടിലിഴഞ്ഞ് ഞങ്ങൾ വലുതായി നടക്കാൻ പഠിച്ച് വലുതായത് ഈ ഭാരതഭൂമിയിലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണോ പരമഹംസര് അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിൽ തന്നെ ആധ്യാത്മികമായ എല്ലാ സുഖങ്ങളും അദ്ദേഹം നേടിയത്, അതുപോലെ തന്നെ ഒരു മനുഷ്യന് വേണ്ട എല്ലാ സുഖങ്ങളും ഞങ്ങളും, അതായത് ഭാരതവാസികളായിട്ടുള്ള ഞങ്ങളും ഞങ്ങളുടെ ബാല്യകാലത്തിൽ തന്നെ പായേ മത്ലബ് നേടി. ഓക്കെ, അടുത്ത പദം നോക്കൂ. ജിസ്കെ കാരൺ ധൂൽ ഭരേ ഹീരേ കെഹലായേ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ മിട്ടിയിലാണ് ജനിച്ചു വളർന്നത്. ധൂൽ ഭരേ ഹീരേ കെഹലായേ, അതായത് പൊടികൾ നിറഞ്ഞ വജ്രം എന്നാണ് പറയപ്പെടുന്നത് ഞങ്ങളെ എല്ലാവരെയും. വജ്രം എന്ന് പറഞ്ഞാൽ വളരെയധികം തിളക്കമുള്ളതാണ് അല്ലെ, അമൂല്യമാണ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ്? വളരെ പ്രഷ്യസ് ആണ് അല്ലെ. നമ്മുടെ ഭാരതഭൂമിയിലാണ് നമ്മൾ ജനിച്ചു വീണിരിക്കുന്നത്. നമ്മൾ എവിടെയാണ് വളരുന്നത്? നമ്മൾ അത്രയും പ്രഷ്യസ് ആണ്. നമ്മൾ ഒരുപാട് ഭാഗ്യശാലികളാണ് അല്ലെ. എല്ലാ സുഖങ്ങളും എല്ലാം തരുന്ന ഒരമ്മയുടെ മണ്ണിലാണ് നമ്മൾ ജീവിച്ച് വളരുന്നത്. അടുത്ത 2 വരികൾ നോക്കൂ. ഹം ഖേലേ കൂദേ ഹർഷയുത് ജിസ്കി പ്യാരി ഗോദ് മേ ഹേ മാതൃഭൂമി തുജ്കോ നിരഖ് മഗ്ന ക്യോ ന ഹോ മോദ് മേ. എന്താണ് കവി ചോദിച്ചിരിക്കുന്നേ? ഹം ഖേലേ കൂദേ ഹർഷയുത്.
ഖേൽന കൂതന എന്ന് പറയുന്നത് എന്താണ്? കളിക്കുക അല്ലെ, കളിക്കുക. ഖേൽന കൂതന കളിക്കുക, കളിച്ച് തീർക്കുന്നതിനെയാണ് ഖേൽകൂത് എന്ന് പറയുന്നത് കേട്ടോ. ഹർഷയുത്ത്, ഹർഷയുത്ത് എന്ന് പറഞ്ഞാല് ഹർഷ സന്തോഷം, യുദ്ധ എന്ന് പറഞ്ഞാല് സാത്ത്, ഹർഷ കെ സാത്ത് എന്നാണ് ഹർഷയുത്ത് എന്നുള്ളതിന്റെ അർത്ഥം. ഓക്കെ, ഹർഷയുത്ത്, ഹർഷ കെ സാത്ത് ഹം ഖേലെ കൂതേ. കഹാം, ആര്, എവിടെ? ജിസ്കി പ്യാരി ഗോദിനെ, പ്യാരി ഗോദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ സ്നേഹപൂർണമായ ഗോദ്, ഗോദ് എന്ന് പറഞ്ഞാല് മടിത്തട്ട് കേട്ടോ. ഗോദ് എന്ന് പറഞ്ഞാല് മടിത്തട്ട് എന്നാണ് അർത്ഥം. അറിയാവുന്ന വേർഡായിരിക്കും അല്ലെ എല്ലാവർക്കും. അതായത് മാതൃഭൂമിയുടെ സ്നേഹപൂർണമായ മടിത്തട്ടിലാണ് ഞങ്ങള് ഖേലേ കൂതേ, ഞങ്ങള് കളിച്ചു വളരുന്നത്, ഞങ്ങള് ഹർഷയുധ, വളരെ സന്തോഷത്തോടെ കളിച്ചു നടക്കുന്നത് ആരുടെ മടിത്തട്ടിലാണ്? നമ്മുടെ മാതൃഭൂമിയുടെ, നമ്മുടെ അമ്മയുടെ സ്നേഹം നിറഞ്ഞ മടിത്തട്ടിലാണ് നമ്മൾ കളിച്ച് ഉല്ലസിക്കുന്നത്. നോക്കൂ, ആ കുട്ടികൾ എത്ര സന്തോഷത്തോടെയാണല്ലേ കളിക്കുന്നത്. നമ്മളെല്ലാവരും ഇങ്ങനെ കളിക്കാറുണ്ടല്ലേ അല്ലേ? മണ്ണിലും ചെളിയിലും ഒക്കെ കിടന്ന് നമ്മൾ ഇങ്ങനെ കളിച്ച് വളരാറുണ്ട്. നമ്മുടെ അമ്മയുടെ മാതൃഭൂമിയുടെ മടിത്തട്ടാണത്. നമ്മൾ പറഞ്ഞില്ലേ ഹരിത തട്ട്, ഹരിത തട്ട് പർ സുന്ദർ ഹെ. ആദ്യത്തെ വരികൾ എല്ലാരും ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ രണ്ട് വരികളിൽ അടുത്ത വരി നോക്കൂ. ഹേ മാതൃഭൂമി തുജ്കോ നിരഖ് മത്ന ക്യോ നാ ഹോ മൂഡ് മേ. ഹേ മാതൃഭൂമി തുജ്കോ നിരഖ്, നിരഖന എന്ന് പറഞ്ഞാല് ദേഖന, ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നതിനെയാണ് നിരഖന എന്ന് പറയുന്നത്. തുജ്കോ നിരഖ്, അമ്മേനെ ഇങ്ങനെ നോക്കിയിട്ട്. മഗ്ന ക്യോന ഹോ മോദ്മേ, മഗ്ന ഹോന എന്ന് പറഞ്ഞാൽ എന്താ? മുഴുകുക. മഗ്ന ഹോന എന്നുള്ളതിന്റെ അർത്ഥമാണ് മുഴുകുക. മഗ്ന ക്യോന ഹോ മോദ്മേ, മോദ് എന്ന് പറഞ്ഞാല് ഹർഷ അഥവാ സന്തോഷം. നമ്മുടെ അമ്മ മാതൃഭൂമിയെ കണ്ടിട്ട് ഞങ്ങള് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് വരുന്നത്. എങ്ങനെ ഞങ്ങൾ സന്തോഷിക്കാതിരിക്കും? ഞങ്ങളുടെ അമ്മ ഇത്രയും നല്ലതാണല്ലേ. അപ്പോ എന്തുകൊണ്ടില്ല, ഞങ്ങള് അമ്മേനെ കണ്ടിട്ട് ഇങ്ങനെ ആനന്ദത്തിൽ ആറാടുകയാണ് എന്നാണ് ഈ രണ്ട് വരികള് പറയുന്നത് കേട്ടോ. അടുത്ത വരികൾ നോക്കൂ. പാക്കർ തുജ്സേ സഭി സുഖോ കോ ഹംനെ ഭോഗാ, तेरा प्रत्युपकार कभी क्या हमसे होगा, तेरी ही यह देह तुझी से बनी हुई है, बस तेरे ही सुरस सार से सनी हुई है. നോക്കൂ, പാക്കർ തുജ്സേ, പാന എന്ന് പറഞ്ഞാല് നേടുക. പാക്കർ തുജ്സേ സഭി സുഖോ കോ ഹംനെ ഭോഗാ, അതായത് അമ്മയിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ സുഖങ്ങളും. നമ്മൾ പറഞ്ഞു പരമഹംസനെ പോലെ ബാല്യകാലത്ത് തന്നെ ഞങ്ങൾക്ക് എല്ലാ സുഖങ്ങളും, ഒരു മനുഷ്യായുസിന് വേണ്ട എല്ലാ സുഖങ്ങളും അമ്മ ഞങ്ങൾക്ക് തന്നു, ഞങ്ങളെല്ലാം നേടി എന്ന് കവി പറഞ്ഞു. അതാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. പാക്കർ തുജ്സേ സഭി സുഖോ കോ ഹംനെ ഭോഗാ, അമ്മയിൽ നിന്ന് ലഭിച്ച എല്ലാ സുഖങ്ങളും ഞങ്ങള് അനുഭവിച്ചു. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ. എന്താ പ്രത്യുപകാരം എന്ന് പറഞ്ഞാല്? ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്താൽ അയാൾക്ക് തിരിച്ച് നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കില്ലേ, അതിനെയാണ് പ്രത്യുപകാരം എന്ന് പറയുന്നത് അല്ലെ. ഇതുപോലെ മാതൃഭൂമി നമുക്ക് തരുന്ന ഈ ഉപകാരങ്ങള്, ഈ ഔദാര്യങ്ങള്, അല്ലെങ്കിൽ ഈ സ്നേഹം, ഇതിനൊക്കെ നമുക്ക് എപ്പോഴെങ്കിലും പ്രത്യുപകാരമായിട്ട് നമ്മുടെ അമ്മയ്ക്ക് എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റണമല്ലേ. അപ്പൊ കവി ചോദിക്കുകയാണ്, തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസേ ഹോഗാ, എന്നെങ്കിലും ഞങ്ങൾക്ക് ഇതിന്റെ എല്ലാം പ്രത്യുപകാരം അമ്മയ്ക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നാണ് ഇവിടെ കവി ചോദിക്കുന്നത് കേട്ടോ. അടുത്ത വരികൾ നോക്കൂ. തേരി ഹി യഹ് ദേഹ് തുജി സേ ബനി ഹുയി ഹെ. തേരി ഹി യഹ് ദേഹ്, ദേഹ് എന്ന് പറഞ്ഞാല് ശരീരം. തേരി ഹി യഹ് ദേഹ് എന്ന് പറഞ്ഞാൽ എന്താണ്? നിന്റെ തന്നെയാണ് ഈ ശരീരം. എന്താണ്? നീ തന്നെയാണ് ഞങ്ങൾക്ക് ഈ ശരീരം തന്നിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പറയില്ലേ മനുഷ്യന്റെ ശരീരം മണ്ണുകൊണ്ടൊക്കെയാണ് നിർമ്മിച്ചിരിക്കുന്നത് പറയല്ലേ. അതായത് നമ്മള് ജനിക്കുന്നതും ജീവിക്കുന്നതും മരിക്കുന്നതും എങ്ങനെയാണ്? നമ്മുടെ സ്റ്റാർട്ടിങ്ങും നമ്മുടെ എൻഡിങ്ങും അവിടെ തന്നെയാണ്, നമ്മുടെ മണ്ണിൽ തന്നെയാണ്, നമ്മുടെ ഭാരതഭൂമിയിൽ തന്നെയാണ് ഒരാളുടെ ആദ്യവും അവസാനവും. അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലേ ജനറൽ ആയിട്ട് അല്ലേ. തേരി ഹി യഹ് ദേഹ് തുജി സേ ബനി ഹുയി ഹെ, അതായത് മണ്ണുകൊണ്ട് നിന്നാൽ തന്നെയാണ് ഈ ശരീരവും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ബസ് തേരെ ഹി സുരസ് സാർ സേ സനി ഹുയി ഹെ. എന്താണ് സുരസ് സാർ എന്ന് പറഞ്ഞാല്?
രസ് അഥവാ എസെൻസ് കേട്ടോ. സുരസ് സാർ എന്ന് പറഞ്ഞാല് എസെൻസ് അഥവാ സത്ത. ഓക്കെ, സന്ന എന്ന് പറഞ്ഞാല് ഘുൽന. ബസ് തേരെ ഹി സുരസ് സാർ സേ സനി ഹുയി ഹെ. നിന്റെ തന്നെ സാരാംശം അല്ലെങ്കിൽ എസെൻസ് കൊണ്ടാണ് ഈ ശരീരം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. അതാണ് ഈ ശരീരത്തിൽ ലയിച്ചിരിക്കുന്നത് എന്നാണ് കവി പറയുന്നത്. फिर अंत समय तू ही इसे अचल देख अपनाएगी, हे मातृभूमि यह अंत में तुझ में ही मिल जाएगी. फिर अंत समय तू ही इसे अचल देख अपनाएगी. അന്ത സമയം എന്ന് പറഞ്ഞാല് അന്ത് അവസാനം അല്ലെ. അവസാന സമയത്ത് തൂഹി നീ തന്നെ, ഇസേ ഇതിനെ, അചൽ ദേഖ്. അചൽ ദേഖ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? അചൽ ചലിക്കുക എന്നുള്ളതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അചൽ. ചൽ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആണ് അചൽ കേട്ടോ. അചൽ എന്ന് പറഞ്ഞാല് എന്താണ്? അപ്പോ ചൽ എന്ന് പറഞ്ഞാൽ ജീവനുള്ളത് അഥവാ ചലിക്കുന്നത്. അചൽ എന്ന് പറഞ്ഞാൽ ചലിക്കാത്ത അഥവാ മരിച്ചത്. ഓക്കെ, ഡെഡ് ബോഡിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അചൽ ദേഖ് അപ്നായേഗി എന്ന് പറഞ്ഞാല് ജീവനില്ലാത്ത, ജീവൻ നഷ്ടപ്പെട്ട ഒരു ശരീരം കണ്ട്, അല്ലെങ്കിൽ ഞങ്ങള് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അത് കണ്ട് ആരാ ഞങ്ങളെ സ്വീകരിക്കുന്നത്? ആരെങ്കിലും സ്വീകരിക്കുവോ? ഒരു മൃതശരീരം ആരെങ്കിലും സ്വീകരിക്കുവോ? ഇല്ലല്ലേ. സ്വീകരിക്കുന്ന ഒരേ ഒരാള് ആരാണ്? മാതൃഭൂമി അഥവാ നമ്മുടെ മണ്ണ്, നമ്മുടെ അമ്മ തന്നെയാണ്, നമ്മൾ ജനിച്ച സ്ഥലം അല്ലെ. ആ ഒരു മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ മടങ്ങി പോവേണ്ടത്. എല്ലാരും ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഓരോരുത്തരും മടങ്ങി പോകുന്നത് ഭൂമിയിലേക്ക് തന്നെയാണ് അല്ലെ, മണ്ണിലേക്ക് തന്നെയാണ് നമ്മൾ മടക്കം. അപ്പോ അതാണ് കവി ഇവിടെ പറയുന്നത്. താഴെയുള്ള പിക്ചറിൽ നോക്കൂ, ഒരു ശവസംസ്കാര ചടങ്ങാണ് അല്ലെ. അപ്പൊ എന്താണ് അവിടെ? മണ്ണിലേക്ക് തന്നെ ആണ് മനുഷ്യൻ ലയിച്ചു ചേരുന്നത് അല്ലെങ്കിൽ മടങ്ങി പോകുന്നത് എന്നാണ് അവിടെ കാണിക്കുന്നത്. അവസാനം അമ്മ ഞങ്ങളെ അചലമായി കാണുമ്പോൾ അമ്മ തന്നെ ഞങ്ങളെ വീണ്ടും തന്നിലേക്ക് സ്വീകരിക്കും എന്നാണ് കവി പറയുന്നത്. അവസാന വരി നോക്കൂ, ഹേ മാതൃഭൂമി യഹ് അന്ത് മേ തുജ് മേ ഹി മിൽ ജായേഗി. അമ്മേ, ഹേ മാതൃഭൂമി, യഹ് അന്ത് മേ. യഹ് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ ശരീരം അല്ലെ. യഹ് അന്ത് മേ ഹി, അന്ത് മേ തുജ് മേ ഹി മിൽ ജായേഗി. അവസാന കാലങ്ങളിൽ, അവസാനിച്ചതിന് ശേഷം, തുജ് മേ ഹി നിന്നിൽ തന്നെ, മിൽ ജായേഗി അഥവാ ലയിച്ചു ചേരും, എത്തിച്ചേരും, നിന്നിലേക്ക് തന്നെ മടങ്ങിയെത്തും എന്നാണ് കേട്ടോ ഇവിടെ ഈ വരികൾ പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? അത് നമ്മളിന്ന് പഠിച്ച വരികൾ എല്ലാവർക്കും ക്ലിയർ ആയോ? എന്താണ് ഇപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങളിൽ പറയുന്നത്? ആദ്യം നമ്മൾ പഠിച്ച 6 വരികള് കറക്റ്റ് ആയിട്ട് പറയുന്നത് എന്താണ്? മാതൃഭൂമിയുടെ അതായത് ഗുണങ്ങളെ കുറിച്ചിട്ട് അതിനെ ഒരുപാട് പ്രശംസനീയമായിട്ട് വർണ്ണിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് ആദ്യത്തെ 6 വരികൾ അല്ലെ. അങ്ങനെയല്ലേ? ആദ്യം നമ്മൾ പഠിച്ച 6 വരികൾ, ആദ്യം പഠിച്ച 6 വരികള് മാതൃഭൂമിയെ വർണ്ണിച്ചുകൊണ്ട് പറയുന്നതാണ് അല്ലെ. നീലാംബരു പരിധാനാണ്, അതുപോലെ തന്നെ എന്താണ്, മേഖലാ രത്നാകറാണ്, പ്രേമപ്രവാഹ കർണേവാലി നദിയാമാണ്, പിന്നെയോ ബന്ദീജനായിട്ട് വർത്തിക്കുന്നത് ഖഗവൃന്ദങ്ങളാണ്. ഇതൊക്കെയാണ് മാതൃഭൂമിയുടെ വർണ്ണനകളായിട്ട് കവി പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണ്? മാതൃഭൂമിയും കവിയും തമ്മിലുള്ള, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തമ്മിലുള്ള ആ അഭേദ്യമായ, ഒരിക്കലും എന്താണ് വിട്ടുകളയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ വേർപിരിക്കാൻ സാധിക്കാത്ത അത്ര ദൃഢമായ ബന്ധത്തെയാണ് ഈ വരികളില് കവി കാണിച്ചു തരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ കവിത പഠിച്ചതിന് ശേഷം അവസാനമായിട്ട് നമുക്ക് എന്താണ് ഇതിന് ജസ്റ്റ് ഒരു സാരാംശം എന്നുള്ള രീതിയിൽ വളരെ ഷോർട്ടായിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. भारतीय परंपरा के अनुसार जननी और जन्मभूमि स्वर्ग से भी प्यारी है. നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് എങ്ങനെയാണ്? ജനനി അഥവാ ജന്മഭൂമി, നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്നത് നമുക്ക് സ്വർഗത്തിനേക്കാളും ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അതായത് നമ്മളെല്ലാവരും മരണശേഷം സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ സ്വർഗത്തിൽ, അതായത് നമ്മുടെ എല്ലാവരുടെയും അവസാനത്തെ ലക്ഷ്യം, ജീവിതത്തിന്റെ അവസാന ലക്ഷ്യം സ്വർഗത്തില് ജീവിക്കുക അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതാണ് അല്ലെ. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ഭാരതീയ സംസ്കാരം അനുസരിച്ച് എങ്ങനെയാണ്? ആ സ്വർഗത്തിനേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടമുള്ള സ്വർഗത്തിനേക്കാളും നമുക്ക് ഏറ്റവും അധികം സ്നേഹമുള്ളത് ആരോടാണ്? നമ്മൾ ജനിച്ച
നമ്മുടെ നാടിനോടാണ്, നമ്മുടെ രാഷ്ട്രത്തോടാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ദേശപ്രേമ ഭാരതവാസി കെ ലിയെ ഭാവന ഹി നഹി സച്ചായി ഭി ഹൈ. എന്താ ഇവിടെ പറയുന്നേ? ദേശപ്രേമം, അതായത് സ്വന്തം ദേശത്തിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഓരോ ഭാരതവാസിക്കും, ഓരോ ഭാരതീയനും എങ്ങനെയാണ്? വെറും ഒരു ഫീലിങ്സ് മാത്രമല്ല, മറിച്ചോ ഏറ്റവും വലിയ, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം കൂടിയാണത്. നമ്മുടെ ദേശഭക്തിപരമായിട്ടുള്ള പല പാട്ടുകൾ കേൾക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എന്താ പറയാ, നമുക്ക് വളരെയധികം ഒരു ആത്മാനുഭൂതി അല്ലെ, നമുക്ക് രോമാഞ്ചം ഉണ്ടാവാറുണ്ട് ചിലപ്പോഴല്ല അല്ലെ. നമുക്ക് അത്രയധികം ദേശപ്രേമികളായിട്ടുള്ള ഒരു നാടാണ് നമ്മുടെ, നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലെ. നമുക്ക് അത്രയധികം ദേശത്തോട് സ്നേഹവും ആദരവും ബഹുമാനവും എല്ലാം ഉണ്ടല്ലേ. നിങ്ങളെല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ? അപ്പൊ നമുക്ക് നോക്കാം, ബാക്കി നോക്കാം. കരോടോ ഭാരതവാസിയോ കെ ഇസ് ദേശപ്രേം കോ കവീനെ വാണി ദീ ഹെ. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള കോടിക്കണക്കിനായിട്ടുള്ള നമ്മളെ പോലുള്ള എല്ലാ ഭാരതവാസികളുടെയും ആ ഒരു ഉള്ളിലുള്ള हमारी जो अंदर भावना है, आत्मभावना है, इस सबको यह कवि ने क्या है दर्शाया है. കോടിക്കണക്കിനായിട്ടുള്ള നമ്മളെല്ലാമായിട്ടുള്ള ഈ ഭാരതവാസികളുടെ ദേശപ്രേമത്തിനെയാണ്, ദേശത്തോടുള്ള ആ ഒരു സ്നേഹത്തിനെയാണ് കവി ഇവിടെ തന്റെ വാക്കുകളിലൂടെ വർണ്ണിച്ചിരിക്കുന്നത്. വാണി ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? വാണി ദേന എന്ന് പറഞ്ഞ എന്താണ്? എന്താ അതിന്റെ അർത്ഥം? സൗണ്ട് കൊടുക്കുക അല്ലെ. അതായത് വാക്കുകളിലൂടെ വർണ്ണിക്കുന്നതാണ് കേട്ടോ പറയുന്നത് വാണി ദേന എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഈ വാക്കുകളിലൂടെ കവി നമ്മുടെ ദേശപ്രേമാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. देश के गौरव चिन्हों का संकेत करके कवि ने बताया है कि इस मिट्टी के अन्न जल से बनी हुई ദേശ് കി ഹി സമ്പത്തി ഹെ. അതായത് എന്താ ഇവിടെ പറയുന്നേ? ഈ മണ്ണിലെ തന്നെ എന്താണ് അന്നവും ജലവും എല്ലാം കൊണ്ടാണ് നമ്മുടെ ഈ ഒരു ദേഹം, നമ്മുടെ ശരീരം, നമ്മുടെ ഓരോരുത്തരുടെയും ശരീരം നിർമ്മിച്ചിരിക്കുന്നത് എന്താണ്? ഈ മണ്ണിൽ ഉതിർന്നു വന്ന അല്ലെങ്കിൽ ഉണ്ടായി വന്ന വെള്ളവും അല്ലെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടായി വന്ന ഭക്ഷ്യധാന്യങ്ങളും എല്ലാം കഴിച്ചിട്ടാണ് നമ്മുടെ ശരീരം പുഷ്ടിപ്പെട്ട് വരുന്നത് അല്ലെ. നമ്മുടെ ഈ ശരീരം പോലും ആർക്ക് അവകാശപ്പെട്ടതാണ്? നമ്മുടെ മാതൃഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അത് നമ്മുടെ ദേശത്തിന്റെ സമ്പത്തിയാണ്. അതുകൊണ്ടല്ലേ എത്രയോ പട്ടാളക്കാരല്ലേ, എത്രയോ സൈനികര് സ്വന്തം ശരീരം, സ്വന്തം ജീവൻ വരെ ത്യജിച്ച് അല്ലെങ്കിൽ അതുവരെ സമർപ്പിക്കുകയാണ് ഭാരതഭൂമിക്ക് വേണ്ടിയിട്ട്. അത്രയും മഹത്തരമാണ് അല്ലെ ദേശപ്രേമം എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഓരോ ഭാരതവാസികളെയും സംബന്ധിച്ചിടത്തോളം ആ ഒരു കാര്യമാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. देश के लिए इसका समर्पण हर भारतवासी के लिए गौरव है. ഗൗരവ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം, എന്ന വേർഡിന്റെ അർത്ഥം അഭിമാനം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ ദേഹം അല്ലെങ്കിൽ നമ്മുടെ ശരീരം അഥവാ നമ്മുടെ പ്രാണൻ നമ്മുടെ ദേശത്തിന് സമർപ്പിക്കുക എന്ന് പറഞ്ഞാല് ഓരോ ഭാരതവാസിക്കും അത് വളരെയധികം അഭിമാനം ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ പറയൂലേ വീരമൃത്യു എന്നൊക്കെ പറയും. നമ്മുടെ ഭാരതത്തിന് വേണ്ടി അല്ലെങ്കിൽ ദേശത്തിന് വേണ്ടി പോരാടുകയും അങ്ങനെ മരണപ്പെടുകയും ചെയ്യുക അല്ലെങ്കിൽ വീരമൃത്യു മരിക്കുക എന്നാണ് നമ്മൾ പറയുക. ദേശത്തിന് വേണ്ടി ജീവൻ സമർപ്പിക്കുന്ന അല്ലെ സൈനികരെ നമ്മൾ അങ്ങനെയല്ലേ പറയുക. അത്രയധികം ആദരവോട് കൂടിയിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ദേശത്തോടും അതേ ആദരവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. കവിതയുടെ ഏകദേശം അർത്ഥം എല്ലാവർക്കും മനസ്സിലായില്ലേ? അതായത് വളരെയധികം ദേശഭക്തി പൂർണ്ണമായിട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു രചനയാണ് ഏത്? മാതൃഭൂമി എന്ന് പറയുന്ന ഈ കവിത. നമുക്കിനി അതിന്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒന്ന് നോക്കിയാലോ? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് തന്നെയാണ് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. दो शब्दों के मेल से बने हुए अनेक शब्द कविता में है, उन्हें चुनकर लिखे. എന്താ ഇവിടെ പറയുന്നേ? दो शब्दों के मेल से बने हुए. രണ്ട് ശബ്ദ എന്ന് പറഞ്ഞാല് വാക്ക് എന്നാണ് ഹിന്ദിയിൽ അർത്ഥം കേട്ടോ. നമ്മള് മലയാളത്തിലെ ശബ്ദ എന്ന് പറഞ്ഞാൽ ഒച്ച എന്നുള്ള അർത്ഥം വരും അല്ലെ, സൗണ്ട് എന്നുള്ള അർത്ഥം വരും. പക്ഷെ ഹിന്ദിയില് ശബ്ദ എന്ന് പറഞ്ഞാല് വേർഡ് അഥവാ വാക്ക് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ രണ്ട് വാക്കുകള് കൂടിച്ചേർന്ന് ഒരൊറ്റ വാക്കായിട്ട് കവിതയില് പല സ്ഥലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള വാക്കുകള് കണ്ടെത്തി എഴുതാനാണ് ഈ ഒരു ക്വസ്റ്റ്യന്റെ അർത്ഥം.
അങ്ങനെ ഏതെങ്കിലും ഒന്ന് രണ്ടൊന്ന് പറഞ്ഞു നോക്കൂ. ആരെങ്കിലും ഒക്കെ ഒന്ന് പറയൂ. അവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നീലാംബർ, നീലെ രംഗ് കാ അംബർ, നീല നിറത്തിലുള്ള ആകാശം എന്ന എന്ന വലിയ വേർഡിനെ, വലിയ സെന്റൻസിനെ ഒരൊറ്റ രണ്ട് വാക്കുകളെ ഒരൊറ്റ വാക്കായിട്ട് ചുരുക്കി നീലാംബർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതുപോലെ ഒന്നിൽ കൂടുതൽ, അതായത് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഏതെങ്കിലും വാക്കുകള് നമുക്ക് കവിതയിൽ കണ്ടെത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കൂ. ഇങ്ങനെ രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വാക്കായി പ്രയോഗിക്കുന്നതിനെയാണ് സമസ്ത പദ അഥവാ സമസ്ത പദം എന്ന് പറയുന്നത് കേട്ടോ. സമസ്ത പദങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വാക്കുകളെയാണ്. അതായത് രണ്ട് വാക്കുകൾ കൂട്ടിച്ചേർത്ത് ഒരൊറ്റ വാക്കായിട്ട് എഴുതും. അതിന് എക്സാമ്പിൾ ആണ് നമുക്ക് തന്നേക്കുന്നത്. അതിന്റെ ആൻസേഴ്സ് നോക്കൂ. സൂര്യചന്ദ്ര, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ ടെക്സ്റ്റ് ബുക്കില്? സൂര്യചന്ദ്ര എന്നുള്ള വേർഡ്, സൂര്യനും ചന്ദ്രനും എന്നുള്ളതിന് സൂര്യചന്ദ്ര എന്നൊരൊറ്റ വേർഡിലാണ് അവിടെ പറയുന്നത്. അടുത്തത് നോക്കൂ. ശേഷഫൺ, ശേഷനാഗ് കെ ഫൺ എന്നതാണ് ശേഷഫൺ. അതായത് ശേഷ എന്ന് പറയുന്ന ഒരു നാഗത്തിന്റെ പത്തി, ഫൺ എന്ന് പറഞ്ഞ പത്തി, അതിനെയാണ് ശേഷഫൺ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ശേഷനാഗ് കെ ഫൺ എന്നുള്ളത് ഒരൊറ്റ വാക്കായിട്ട് ശേഷഫൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത നോക്കൂ. ഹർഷയുത്ത്, ഹർഷയുത്ത് എന്ന് പറഞ്ഞാല് ഹർഷ കെ സാത്ത് അല്ലെങ്കിൽ ഹർഷയുത്ത്, ഹർഷ കെ സാത്ത് എന്നുള്ളതാണ് കേട്ടോ അതിന്റെ അർത്ഥം. യുദ്ധ എന്ന് പറഞ്ഞാല് ഒപ്പം, ഹർഷ എന്ന് പറഞ്ഞാല് സന്തോഷം. ഹർഷയുദ്ധ എന്ന് പറഞ്ഞാൽ അപ്പൊ സന്തോഷത്തോടെ, സന്തോഷത്തോടൊപ്പം, അതായത് സന്തോഷത്തോടെ എന്നാണ് അതിന്റെ അർത്ഥം. അടുത്ത വേർഡ് നോക്കൂ. പ്രേമ പ്രവാഹ, പ്രേമക്കെ പ്രവാഹ, പ്രേമത്തിന്റെ പ്രവാഹം. പ്രേമ പ്രവാഹ, നദിയാം പ്രേമ പ്രവാഹ കരത്തി ഹേ, അല്ലെ? വരികൾ ഓർക്കുന്നില്ലേ എല്ലാരും? അപ്പൊ പ്രേമ പ്രവാഹ ഒരൊറ്റ വാക്കായിട്ട് മാറ്റി എഴുതി വെച്ചിരിക്കും അല്ലെ, എഴുതിയിട്ടുണ്ടല്ലേ. അപ്പൊ എന്താണ് അത്? സമസ്ത പദാണ്. അടുത്ത സമസ്ത പദം നോക്കൂ. ഖേൽ കൂത്, ഖേൽന ഓർ കൂതന, അതായത് കളിക്കുക, ചാടുക, അതിനൊക്കെയാണ് ഖേൽകൂത് എന്ന് പറയുന്നത്. ഖേൽകൂത് എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കായിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പൊ കളികൾ അല്ലെ, അതാണ്. ഇത്രയും ഏകദേശം സമസ്ത പദങ്ങളാണ് ആ ഒരു നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്ന കവിതയിൽ ഉള്ളത് കേട്ടോ. ഇനി വേറെ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ട് വരണം കേട്ടോ ഇനി അടുത്ത ക്ലാസ്സിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, കവി ने മാതൃഭൂമി का वर्णन किस प्रकार किया है? എന്താണ് ആ ക്വസ്റ്റ്യന്റെ അർത്ഥം? കവിനെ, കവി മാതൃഭൂമി കാ വർണ്ണൻ, മാതൃഭൂമിയുടെ വർണ്ണനം കിസ് പ്രകാർ കിയാ ഹെ, ഏതു പ്രകാരമാണ് ചെയ്തിരിക്കുന്നത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലെ. മാതൃഭൂമിനെ എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നതെന്ന്. എങ്ങനെയൊക്കെയാണ്? ആദ്യം തൊട്ടേ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ കവിത നമ്മള് ജസ്റ്റ് ഒന്ന് ബൈ ഹാർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പൊ കവിതയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, നീലാംബർ പരിധാനാണ്, പിന്നെ ഹരിത തടാണ്, നമ്മുടെ ആ മാതൃഭൂമിയുടെ വർണ്ണനകളെ കുറിച്ചിട്ട് അല്ലെ. എങ്ങനെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? വളരെ സുന്ദരിയായിട്ടാണ് അല്ലെ മാതൃഭൂമിയെ കവി വർണ്ണിച്ചിരിക്കുന്നത്. ഹരിത തട്, അതായത് പച്ചപ്പ് നിറഞ്ഞ മടിത്തട്ടുകളാണ്, തടങ്ങളാണ് അമ്മയ്ക്കുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അമ്മയുടെ വസ്ത്രം എന്താണ്? നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഒന്ന് ഇമാജിൻ ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് ഈ ആൻസർ എക്സാമിന് നന്നായിട്ട് എഴുതാൻ സാധിക്കും കേട്ടോ. നമ്മുടെ മാതൃഭൂമിയുടെ ആ ഒരു പിക്ചർ ഒന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്താൽ മതി. അതായത് പച്ചപ്പ് നിറഞ്ഞ തടങ്ങളാണുള്ളത്. വസ്ത്രമായിട്ട്, അഥവാ എന്താണ് വസ്ത്രമായിട്ട്, എങ്ങനെയാ നമ്മുടെ ഡ്രസ്സായിട്ടുള്ള ഉള്ളത് എന്താണ്? നീല നിറത്തിലുള്ള ആകാശമാണ് അമ്മയുടെ വസ്ത്രം. അതായത് അമ്മേനെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നത് നീല നിറത്തിലുള്ള ആകാശമാണ്. പിന്നെയോ അമ്മയ്ക്ക് തലയിൽ എന്തായിരിക്കുന്നേ? നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീർ ആ ഒരു ഭാഗത്ത് മുക്കുട്ടമായിട്ട് സൂര്യചന്ദ്ര ആണ് എന്ന് സങ്കല്പിക്കുക കേട്ടോ. സൂര്യനും ചന്ദ്രനുമാണ് അമ്മയുടെ മുക്കുടങ്ങൾ. നമ്മൾ പഠിച്ച ഭാഗം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അമ്മയുടെ മുക്കുട്ടം ആരാണ്? സൂര്യചന്ദ്രന്മാരാണ് അല്ലെ. പിന്നെയോ കരുധനി, എന്താണ് കരുധനി എന്ന് പറഞ്ഞാൽ അരഞ്ഞാണം. അരഞ്ഞാണമായിട്ട് വർത്തിക്കുന്നത് സമുദ്രം, നീല സമുദ്രമാണ്. അറബിക്കടല്, അതായത് അങ്ങനെ കടലുകള് ചുറ്റപ്പെട്ട ഒരു എന്താണ് നമ്മുടെ മാതൃഭൂമി. ഏറ്റവും താഴെ, ഭാരതത്തിന്റെ ഏറ്റവും താഴെയായിട്ട് എങ്ങനെയാണ്? കടലുകളാണ് ചുറ്റപ്പെട്ടിരിക്കുന്നത്.
അപ്പൊ അരഞ്ഞാണമായിട്ട് വർത്തിക്കുന്ന സമുദ്രമാണ്. പിന്നെയോ നമ്മുടെ ഭാരത മണ്ണിലൂടെ പ്രേമപ്രവാഹം നടത്തുന്നത് നദികളാണ്. പിന്നെ പൂൽ താര, അതായത് പൂക്കളും താരകങ്ങളുമാണ് അമ്മയ്ക്ക് ആഭരണങ്ങള്. അതുപോലെ തന്നെ പക്ഷികളാണ് സ്തുതിപാഠകര്. പിന്നെ സിംഹാസനായിട്ട് ഇരിക്കുന്നത് ശേഷഫണാണ്. ശേഷനാഗത്തിന്റെ ഫണത്തിലാണ് അമ്മ ഇരിക്കുന്നത്, വിരാജിക്കുന്നത്. പിന്നെയോ അഭിഷേക് കർത്തി ഹെ ബാദലേം, ബാദൽ അതായത് ആകാശത്ത് നമ്മുടെ മേഘങ്ങളാണ്, മേഘക്കൂട്ടങ്ങളാണ് അഭിഷേകം നടത്തുന്നത്. അമ്മ എങ്ങനെയാണ് മാതൃഭൂമിയെ സർവേശ്വരന്റെ സഗുണമൂർത്തിയായിട്ടാണ്, അതേ ഈശ്വരൻ എന്ന സങ്കല്പത്തിലാണ് കവി ഇവിടെ പ്രകീർത്തിച്ച് വച്ചിരിക്കുന്നത് അല്ലെ. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഈ ഒരു 10 പോയിന്റ്സ് പ്രധാനമായിട്ടുള്ള പോയിന്റുകളാണ്. വർണ്ണനകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് എല്ലാം നമ്മുടെ ആൻസറിൽ എന്തായാലും വേണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. മാതൃഭൂമി സെ കവി കാ ബച്പൻ കേസെ ജുഡാ ഹെ? മാതൃഭൂമി സെ, മാതൃഭൂമിയോട്, കവി കാ ബച്പൻ, കവിയുടെ കുട്ടിക്കാലം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ജുഡന എന്ന് പറഞ്ഞാല് കണക്ട് ആവുക അഥവാ ജോഡന അല്ലെങ്കിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, നമ്മൾ ജനിച്ചു വളർന്നത് അതായത് മുട്ടിലിഴയുന്നതെല്ലാം നമ്മുടെ മാതൃഭൂമിയുടെ ആ മണ്ണിലാണ് അല്ലെ. അത് ആ ഒരു ബന്ധത്തെ കുറിച്ചല്ലേ കവി ഇവിടെ വ്യക്തമായിട്ട് പറയുന്നത്. മാതൃഭൂമിക്ക് ധൂളി മേ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹെ. നമ്മള് കിടന്നുരുണ്ട് മറിഞ്ഞാണ് മാതൃഭൂമിയുടെ ആ മണ്ണിൽ ഉരുണ്ടാണ് നമ്മൾ വളരുന്നത്. ഘുട്നോക്കെ ബൽ രേങ്ക് കർ ഖടാ ഹുവാ ഹെ. അതുപോലെ തന്നെ മുട്ടിലിഴഞ്ഞാണ് പിന്നെ നമ്മൾ വളർന്ന് നടക്കാൻ പഠിച്ചു എണീറ്റ് നിൽക്കുന്നതൊക്കെ. പിന്നെ പുണ്യഭൂമി പർ ജീനെ പർ ബച്പൻ മേ സബ് സുഖ പായ. ഈ ഒരു നല്ല പുണ്യഭൂമിയിൽ നമ്മൾ ജനിച്ചു ജീവിച്ചത് കാരണം എന്താണ്, ചെറുപ്പകാലത്ത് തന്നെ ഈ അമ്മയിൽ നിന്ന് ലഭിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഞങ്ങൾ അനുഭവിച്ചു. ഈ ബന്ധമാണ് അല്ലെ നമ്മുടെ മാതൃഭൂമിയും നമ്മളും തമ്മിലുള്ള ഈ ഒരു ബന്ധമാണ് കവി അവിടെ പറയുന്നത്. അപ്പോ കുട്ടിക്കാലത്ത് കവി എങ്ങനെയാണ്, കവി മാത്രമല്ല നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാണ് നമ്മുടെ മാതൃഭൂമിയുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. തേരാ പ്രത്യുപകാർ കഭി ക്യാ ഹംസെ ഹോഗാ, കവി ഇസ് പ്രകാർ ക്യോ സോച്താ ഹെ? അതിന്റെ അർത്ഥം എന്താണ്? തേരാ പ്രത്യുപകാർ, നിന്നോടുള്ള പ്രത്യുപകാരം, നീ ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കുമുള്ള പ്രത്യുപകാരം ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ആ വരികള് നമ്മൾ ഓർക്കുന്നില്ലേ, കവിതയില് പഠിച്ച വരികളാണ് അല്ലെ. ആ വരികളില് എന്താണ് അങ്ങനെ കവി ആ വരികളിലൂടെ കവി തന്റെ ചിന്ത വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും കവി അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവുക? എന്തെങ്കിലും ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അതായത് നമ്മുടെ അമ്മ നമുക്ക് എല്ലാം തരൂ അല്ലെ. നമ്മളെ വളരെയധികം സ്നേഹിച്ച് പരിപാലിച്ചായിരിക്കും നമ്മളെ അമ്മ വളർത്തുന്നത്. നമ്മുടെ അമ്മയുടെ ജീവിതം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കും അല്ലെ. ആ സ്നേഹം, അമ്മ തരുന്ന അതേ സ്നേഹം അതേ അളവിൽ ഒരിക്കലും നമുക്ക് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കാറില്ല അല്ലെ. അതല്ലേ വലിയൊരു സത്യം. അങ്ങനെയല്ലേ എല്ലാവരുടെയും കാര്യത്തില്? അമ്മമാര് നമ്മളെ സ്നേഹിക്കുന്ന അത്രയും ഡീപ്പായിട്ട്, അത്രയും ആത്മാർത്ഥതയോട് കൂടിയിട്ട് ആ സ്നേഹം പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അല്ലെ. അത് അനന്തമാണ്, അത്രയും ഡീപ്പായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറയുന്നത്? മാതൃഭൂമി നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുന്നു, എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു തരുന്നു, പൂർണ്ണമായിട്ടും നമ്മളെ മക്കളെ പോലെ നോക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ ഈ ഉപകാരത്തിനുള്ള എല്ലാ പ്രത്യുപകാരം നമുക്ക് മാതൃഭൂമിയോട് ചെയ്യാൻ സാധിക്കില്ല അല്ലെ, ഒരിക്കലും പറ്റില്ല അല്ലെ. അതാണ് ഇവിടെ പറയുന്നത്. കൃത്യമായിട്ടുള്ള പോയിന്റ് വൈസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു 4 പോയിന്റ്സ് നമ്മുടെ ആൻസറിൽ എപ്പോഴും വന്നിരിക്കണം. മാ ബച്ചെ പർ സബ് ന്യോച്ഛാവർ കർത്തി ഹെ. അതായത് അമ്മമാർ എങ്ങനെയാണ് സ്വന്തം ജീവിതം തന്നെ ഒഴിഞ്ഞു വച്ചിട്ടായിരിക്കും മക്കളെ നോക്കുന്നത് അല്ലെ. അത്രയും ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കും അമ്മയ്ക്ക് മക്കളോട്. അവരുടെ സ്നേഹം എങ്ങനെയായിരിക്കും? വളരെയധികം നിസ്വാർത്ഥമായിരിക്കും. യാതൊരുവിധ സ്വാർത്ഥതയും ഇല്ലാത്ത, കളങ്കമില്ലാത്ത സ്നേഹമായിരിക്കും. പിന്നെയോ അടുത്തത് പൂർണ്ണ സമർപ്പണത്തോടുള്ള സ്നേഹമായിരിക്കും അമ്മമാർക്കുള്ളത്. അതോടൊപ്പം തന്നെ അസീമമായിട്ടുള്ള സ്നേഹമായിരിക്കും കുട്ടികളോട് ഉണ്ടായിരിക്കുക. നമുക്ക് ഒരിക്കലും അത് പൂർണ്ണമായിട്ടും തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല അല്ലെ. അതാണ് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ കേട്ടോ. അടുത്ത നോക്കൂ.
കവിത की ആസ്വാദൻ ടിപ്പണി लिखे നോക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. കവിതയുടെ ആസ്വാദൻ ടിപ്പണി മിക്കപ്പോഴും അല്ല എല്ലാ തവണയും ചോദിക്കും. അപ്പോ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. ആസ്വാദൻ ടിപ്പണി എന്ന് പറയുന്നത് അത് വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ഡ്രൈവിൽ കൊടുക്കുന്നതായിരിക്കും. ഇത് ഞാൻ ജസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ ഷോർട്ടായിട്ട് ചെറിയ പോയിന്റ്സ് മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ആസ്വാദൻ ടിപ്പണിയിൽ എന്തൊക്കെ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ 4 പോയിന്റ്സിലൂടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും ശ്രദ്ധിക്കുന്നില്ലേ? ക്ലാസ് കേൾക്കുന്നില്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നോക്കൂ, ആസ്വാദൻ ടിപ്പണിയിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്നാമത്തത് കവി പരിചയം. ആരാണ് നമ്മുടെ മാതൃഭൂമി എന്ന് പറയുന്ന കവിതയുടെ കവി? വെരി ഗുഡ്. മൈഥിലി ശരൺ ഗുപ്തജി ആണ് അല്ലെ നമ്മുടെ ഈ കവിത എഴുതിയിരിക്കുന്നത്. അപ്പോ കവി പരിചയം, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ഈ കവിത സ്റ്റാർട്ട് ചെയ്ത അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3-4 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണമെന്ന്. അതായത് 1885 മുതൽ 1965 വരെയാണ് അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത്. മൈഥിലി ശരൺ ഗുപ്തജി ആരായിരുന്നു? ഭാരതത്തിന്റെ രാഷ്ട്ര കവിയാണ് മൈഥിലി ശരൺ ഗുപ്ത. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് കേട്ടോ. കവി പരിചയം നമ്മൾ ഫസ്റ്റ് കൊടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏ കവിത മൈഥിലി ശരൺ ഗുപ്തജീനെ ലിഖാ ഹെ എന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യില്ലേ? അപ്പോ ഇതിനകത്ത് എന്താണ് കവി പരിചയം നമ്മൾ അങ്ങനെ കൊടുക്കുമ്പോൾ രാഷ്ട്ര കവിയായിരുന്നു മൈഥിലി ശരൺ ഗുപ്തജി എന്നുള്ള കാര്യം എന്തായാലും എഴുതണം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു ദ്വിവേദിയുഗീന കവിയായിരുന്നു എന്നുള്ള കാര്യവും എഴുതണം. ഈ 2 കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് കവി പരിചയയില് നമ്മൾ എഴുതേണ്ട 2 കാര്യങ്ങളാണ് കേട്ടോ. പിന്നെയോ അടുത്തത് കാവ്യധാര, പിന്നെ രചനാകാൽ. രചനാകാൽ എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപ് ഫ്രീഡം ഫൈറ്റ് അല്ലെങ്കിൽ സ്ട്രഗിൾ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട രചനയാണ് ഇത്. അപ്പോ രാഷ്ട്രപ്രേമ കാവ്യധാര എന്ന് പറയുമ്പോൾ രാഷ്ട്രപ്രേമപൂർണ്ണ ആയിട്ടുള്ള ഒരു കാവ്യാണ് മൈഥിലി ശരൺ ഗുപ്തജിയുടെ മാതൃഭൂമി എന്ന് പറയുന്ന കവിത. സ്വതന്ത്രത പൂർവ്വ കാലമേ ഇസ് കവിത കോ ലിഖാ ഗയാ ഥാ. അതായത് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് എഴുതപ്പെട്ട ഒരു രചനയാണ് മാതൃഭൂമി എന്നുള്ളത് പ്രത്യേകം പറയേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ കാവ്യധാര ഏതാണ്, രചനാകാലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുക. അടുത്തത് 3-ാമത്തെ പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അത് കവിതാ സാരാണ്. നമ്മള് ആദ്യം തൊട്ട് അതായത് ഈ കവിത സ്റ്റാർട്ട് ചെയ്തപ്പോ തൊട്ട് അവസാനിക്കുമ്പോ വരെ നമ്മൾ എന്താണ് പഠിച്ചത്, കവിതയിൽ എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, അത് കൃത്യമായിട്ട് നമ്മൾ ഓരോ വരികളിൽ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കൃത്യമായിട്ട് കവിതാ സാരം നമ്മൾ എഴുതിയിരിക്കണം. ഓക്കെ. നീലാംബര പരിധാന ഹരിത തട്ടപ്പർ സുന്ദരഹെ എന്ന് തുടങ്ങുന്ന ആ വരികളിൽ തുടങ്ങുമ്പോ എന്തൊക്കെയാണോ പറഞ്ഞിരിക്കുന്നത് അത് തുടങ്ങി ലാസ്റ്റ് അവസാനിക്കുമ്പോൾ വരെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കവിതാ സാർ എന്നുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കണം. ഓക്കെ. അടുത്തതാണ് അപ്നി ദൃഷ്ടികോൺ, ഭാഷ, പ്രതീക, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏറ്റവും അവസാനം നമ്മൾ ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതുമല്ലോ. അതായത് ഒരു ടിപ്പണി അല്ലെങ്കിൽ ഒരു പാരഗ്രാഫ് നമ്മൾ എഴുതുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഏറ്റവും അവസാനം ഒരു സമ്മറൈസ് ചെയ്ത് നമ്മൾ എന്തെങ്കിലും എഴുതുമല്ലോ. അതാണ് നിങ്ങളുടെ കാഴ്ചപ്പാട്, ഈ കവിത എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള നിങ്ങളുടെ സ്വന്തമായ അഭിപ്രായമാണ് അവസാനം എഴുതേണ്ടത്. രാഷ്ട്രഭക്തിപൂർണ്ണ बहुत अच्छी कविता है मातृभूमि. ഇതിനകത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്, इसकी भाषा बहुत सुरील थी, सुनने में बहुत सुरील थी और सरल भाषा का प्रयोग किया गया था, बहुत अधिक प्रतीकों का प्रयोग किया गया था. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയൂലേ. അതായത് ഭാഷ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആണ് അദ്ദേഹം ഈ കവിത എഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഒരുപാട് പ്രതീകങ്ങള്, ഒരുപാട് ഉപമകള് അദ്ദേഹം ഈ കവിതയിലൂടെ നടത്തി വളരെയധികം കേൾക്കാൻ ഇമ്പമുള്ള തരത്തിലാണ് അദ്ദേഹം രാഗാത്മകമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ അഭിപ്രായത്തിന്റെ രീതിയിൽ അവസാന ഭാഗങ്ങളിൽ എഴുതി ചേർക്കാം.
അതാണ് അവസാനത്തെ നമ്മുടെ അപ്നേ ദൃഷ്ടികോൺ, നിങ്ങളുടെ കാഴ്ചപ്പാടാണ്, കവിതയെ കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടാണ് അവസാനമായിട്ട് എഴുതേണ്ടത്. അതായത് ആസ്വാദൻ ടിപ്പണി, ഒരു കവിതയുടെ ആസ്വാദൻ ടിപ്പണി എഴുതേണ്ടത് അതിന്റെ സ്ട്രക്ചർ ആണ് കേട്ടോ ഇപ്പൊ പറഞ്ഞത്. ഫസ്റ്റ് തന്നെ കവി പരിചയം കൊടുക്കണം, പിന്നെ ഏത് കാവ്യധാര, പിന്നെ ഏത് അതിന്റെ രചനാകാലം ഏതാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് സൂചിപ്പിക്കുക. പിന്നത്തെ പാരഗ്രാഫ്, അത് ഒരൊറ്റ പാരഗ്രാഫിൽ തീർത്തിട്ട് രണ്ടാമത്തെ പാരഗ്രാഫില് മെയിൻ ബോഡി എന്ന് പറയും നമ്മള്. അതായത് ആ ഒരു എസ്സേയുടെ അല്ലെങ്കിൽ ആ ഒരു ആൻസറിന്റെ മുഖ്യ ഭാഗം, കവിതാ സാരം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക, കവിതയുടെ ആശയം എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് എഴുതുക. ഏറ്റവും അവസാനം അടുത്ത പാരഗ്രാഫില്, ചെറിയൊരു പാരഗ്രാഫില് നിങ്ങളുടെ കാഴ്ചപ്പാട്, കവിത കെസിധി എന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ചെറിയൊരു പാരഗ്രാഫിൽ എഴുതുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് നമ്മൾ ഡ്രൈവിൽ ഇട്ട് തരാം കേട്ടോ. അപ്പൊ എങ്ങനെയാ ഈ ഒരു ആസ്വാദൻ ടിപ്പണി കറക്റ്റ് ആയിട്ട് എഴുതണ്ടെന്ന് എല്ലാവർക്കും ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് പഠിച്ചത്? നമ്മള് മാതൃഭൂമി, മൈഥിലി ശരൺ ഗുപ്തജിയുടെ മാതൃഭൂമി എന്ന കവിത ഇന്ന് കംപ്ലീറ്റ് ആക്കിയില്ലേ? അതായത് അദ്ദേഹത്തിന്റെ രാഷ്ട്രഭക്തി പൂർണ്ണമായിട്ടുള്ള ഒരു രചനയായിരുന്നു മാതൃഭൂമി എന്ന ഈ കവിത. അതില് മാതൃഭൂമിയുടെ ഒട്ടേറെ വർണ്ണനകള്, ഒരുപാട് പലതിനോട് ഉപമിച്ചുകൊണ്ട്, പലതിനെയും അല്ലെ അമ്മയുടെ എന്താണ് വസ്ത്രമായിട്ട് നീലാകാശത്തെ, അതുപോലെ തന്നെ എന്താണ് ഖഗവൃന്ദ പക്ഷിക്കൂട്ടങ്ങളെ അമ്മയുടെ അതായത് സ്തുതിപാഠകരായിട്ട്, ബന്ദിജനായിട്ടെല്ലാം അങ്ങനെ ഒരുപാട് വർണ്ണനകൾ നടത്തി അദ്ദേഹം അമ്മയെ, സ്വന്തം മാതൃഭൂമിയെ വർണ്ണിച്ചിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ മാതൃഭൂമിയോടുള്ള സ്നേഹവും ആദരവും എല്ലാം വ്യക്തമാക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും അസ്തിത്വം, നമ്മുടെ എല്ലാവരുടെയും അടിസ്ഥാനം ഈ ഭൂമിയിൽ തന്നെയാണ് അല്ലെ, മാതൃഭൂമിയിൽ തന്നെയാണ് അടിസ്ഥാനം, നമ്മുടെ അടിത്തറ എന്ന് അദ്ദേഹം അവസാനം വ്യക്തമാക്കിയിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് വേണ്ടി, നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഈ ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മൾ പൂർണ്ണമായും നമ്മളെ സമർപ്പിക്കണം. മാതൃഭൂമിയോട് അത്രയും സ്നേഹവും കടപ്പാടും ആദരവും കരുതലും എല്ലാം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നാണ് കവി ഇവിടെ വ്യക്തമാക്കുന്നത് അല്ലെ. അപ്പോ ദേശസ്നേഹം സ്ഫുരിക്കുന്ന രീതിയിലുള്ള ഒരു കവിതയായിരുന്നു മാതൃഭൂമി എന്ന് പറയുന്നത്. അപ്പോ ഈ പഠിപ്പിച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആയിട്ട് നോക്കുക കേട്ടോ. അപ്പോ ഇന്നത്തെ ക്ലാസ്